നമ്മൾ നോക്കുന്നത് കുറച്ച് സിനോണിംസ് ആണ്. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കുറച്ച് സിനോണിംസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ വാക്കാണ് ഡിഫൈ. ആദ്യത്തെ വാക്ക് ഡിഫൈ. ഡിഫൈ മീൻസ് ടു ഡിസൊബേ എന്നാണ്. അതായത് എതിർക്കുക എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നു. ബട്ട് ഡിഫൈ മീൻസ് ടു ഡിസൊബേ അല്ലെങ്കിൽ മലയാളം എതിർക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നു. രണ്ടാമത്തെ വാക്കാണ് എക്സ്പൗണ്ട്. എക്സ്പൗണ്ട് മീൻസ് ട്രൈ ടു എക്സ്പ്ലെയിൻ എന്നാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ വിശദമായി പറയുക അല്ലെങ്കിൽ പ്രവചിക്കുക എന്ന അർത്ഥത്തിലൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം വിശദീകരിച്ച് പറയുക അല്ലെങ്കിൽ പ്രവചിക്കുക എന്ന അർത്ഥത്തിലും പറയാം. അപ്പോൾ എക്സ്പൗണ്ട് മീൻസ് ട്രൈ ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. വിശദമായി പറയുക, ഒരു കാര്യം പ്രവചിച്ച് പറയുക, പ്രെഡിക്റ്റ് ചെയ്ത് പറയുക എന്നർത്ഥവും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡിഫൈ മീൻസ് ടു ഡിസൊബേ. രണ്ടാമത്തത് എക്സ്പൗണ്ട് മീൻസ് ട്രൈ ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. മൂന്നാമത്തെ വാക്കാണ് നോഷൻ. നോഷൻ മീൻസ് ഐഡിയ. എന്ത് ചെയ്യും? ഐഡിയ അല്ലെങ്കിൽ അഭിപ്രായം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് കേട്ടോ. ഐഡിയ അല്ലെങ്കിൽ ഉദ്ദേശം എന്ന അർത്ഥത്തിൽ പറയും. നമ്മൾ നോഷൻസ് എന്ന് പറഞ്ഞാൽ ഐഡിയാസ് എന്നാണ് അർത്ഥത്തിൽ പറയുന്നത്. അടുത്ത നാലാമത്തെ വാക്കാണ് പ്രിസൈസ്ലി. പ്രിസൈസ്ലി മീൻസ് എക്സാക്റ്റ്ലി എന്നാണ്. കൃത്യമായ രീതിയിൽ. പ്രിസൈസ്ലി മീൻസ് വെരി എക്സാക്റ്റ്ലി, വളരെ കൃത്യമായ രീതിയിൽ എന്നർത്ഥത്തിൽ പറയുന്നു. ഇപ്പോൾ 4 വാക്കുകളാണ് നോക്കിയത്. ഒന്നാമത്തെ വാക്ക് ഡിഫൈ മീൻസ് ടു ഡിസൊബേ. രണ്ടാമത്തെ എക്സ്പൗണ്ട് മീൻസ് ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. മൂന്നാമത്തത് നോഷൻ മീൻസ് ഐഡിയ. നാലാമത്തെ പ്രിസൈസ്ലി മീൻസ് വെരി അല്ലെങ്കിൽ എക്സാക്റ്റ്ലി എന്നർത്ഥത്തിൽ പറയുന്നു, കൃത്യമായ രീതിയിൽ എന്നർത്ഥത്തിൽ പറയുന്നു. അഞ്ചാമത്തെ വാക്കാണ് വിവിഡ്. വിവിഡ് അല്ലെങ്കിൽ വിവിഡ്ലി. വിവിഡ് മീൻസ് വെരി ക്ലിയർ എന്നാണ്. വളരെ വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ എന്നർത്ഥത്തിൽ പറയുന്നു. വിവിഡ്ലി മീൻസ് വെരി ക്ലിയർലി, വളരെ ക്ലിയറായ രീതിയിൽ അല്ലെങ്കിൽ വളരെ വ്യക്തമായ രീതിയിൽ. വിവിഡ് മീൻസ് വെരി ക്ലിയർ. അടുത്ത വാക്കാണ് ടോയിൽ. ടോയിൽ മീൻസ് വീക്ക് അല്ലെങ്കിൽ വർക്ക് വെരി ഹാർഡ്. ടോയിൽ മീൻസ് വർക്ക് വെരി ഹാർഡ്, കഠിനാധ്വാനം ചെയ്യുക എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ ടോയിൽ മീൻസ് നമ്മൾ വിയർപ്പൊഴുക്കുക എന്നൊക്കെ പറയില്ലേ, കഠിനാധ്വാനം ചെയ്യുക എന്നർത്ഥത്തിൽ പറയുന്നു. ഇപ്പോൾ ടോയിൽ മീൻസ് വർക്ക് വെരി ഹാർഡ് എന്നാണ്. അടുത്ത വാക്കാണ് സോർ. SOAR. സോർ മീൻസ് ടു റൈസ് അപ്പ് ഇൻ ദി സ്കൈ. സോർ മീൻസ് ടു റൈസ് അപ്പ് ഇൻ ദി സ്കൈ, ഉയരുക. ഇൻക്രീസ് എന്ന് പറഞ്ഞാലും മതി. സോർ മീൻസ് ടു റൈസ് അപ്പ് ഇൻ ദി സ്കൈ, നമ്മൾ ഉയർന്നു പോവുക, ഉയരുക എന്നർത്ഥത്തിൽ പറയുന്നു. അടുത്താണ് ബ്ലഞ്ച്. ബ്ലഞ്ച് മീൻസ് ടു പെയിൽ. പെയിൽ മീൻസ് വിളറി വെളുക്കുക അല്ലെങ്കിൽ ഞെട്ടിത്തിരിയുക എന്നർത്ഥത്തിലൊക്കെ പറയുന്നു. പേടിച്ചു മാറുക അല്ലെങ്കിൽ വിളറി വെളുക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. ഇപ്പോൾ ബ്ലഞ്ച് മീൻസ് ടു പെയിൽ, പേടിച്ചു മാറുക അല്ലെങ്കിൽ വിളറി വെളുക്കുക എന്നർത്ഥത്തിൽ പറയുന്നു, അല്ലെങ്കിൽ ഞെട്ടിത്തിരിയുക എന്നർത്ഥത്തിലൊക്കെ പറയാം. ഒന്നാമത്തെ വാക്ക് ഡിഫൈ മീൻസ് ടു ഡിസൊബേ. രണ്ടാമത്തെ എക്സ്പൗണ്ട് മീൻസ് ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. മൂന്നാമത്തത് നോഷൻ മീൻസ് ഐഡിയ. നാലാമത് പ്രിസൈസ്ലി മീൻസ് എക്സാക്റ്റ്ലി. അഞ്ചാമത്തത് വിവിഡ്ലി മീൻസ് വെരി ക്ലിയർ. ആറാമത്തെ ടോയിൽ മീൻസ് വർക്ക് വെരി ഹാർഡ്. ഏഴാമത്തെ സോർ മീൻസ് ടു റൈസ് അപ്പ് ഇൻ ദി സ്കൈ. എട്ടാമത്തെ ബ്ലഞ്ച് മീൻസ് ടു പെയിൽ. അടുത്താണ് കൺസ്യൂമേറ്റ്. കൺസ്യൂമേറ്റ് മീൻസ് ഷോയിങ് ഗ്രേറ്റ് സ്കില്ല്. കൺസ്യൂമേറ്റ് മീൻസ് ഷോയിങ് ഗ്രേറ്റ് സ്കില്ല് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി, നമ്മൾ കഴിവുകൾ പ്രകടിപ്പിക്കുക, വളരെയധികം കംപ്ലീറ്റ് ആയിട്ട് കഴിവുകൾ പ്രകടിപ്പിക്കുക. കംപ്ലീറ്റ്ലി എന്ന് പറയാം, പൂർണ്ണമായ രീതിയിൽ എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. പിന്നെ അതേപോലെ സമ്പൂർണ്ണം അല്ലെങ്കിൽ പൂർണ്ണം എന്ന രീതിയിൽ പറയാറുണ്ട്. ഷോയിങ് ഗ്രേറ്റ് സ്കിൽ, നമ്മൾ കഴിവുകൾ പ്രകടിപ്പിക്കുക എന്ന അർത്ഥത്തിൽ പറയാം. അപ്പോൾ കൺസ്യൂമേറ്റ് മീൻസ് ഷോയിങ് ഗ്രേറ്റ് സ്കില്ല് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. അടുത്ത ഫെസ്റ്റൂൺ. ഫെസ്റ്റൂൺ മീൻസ് ടു ഡെക്കറേറ്റ്, അലങ്കാര വസ്തുക്കൾ അല്ലെങ്കിൽ തോരണം എന്നർത്ഥത്തിലൊക്കെ പറയുന്നു. അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് ഫെസ്റ്റൂൺ എന്ന് പറയുന്നത്. ഫെസ്റ്റൂൺ മീൻസ് ഫെസ്റ്റിവൽസിന് ഉപയോഗിക്കുന്ന സാധനം എന്ന് പഠിച്ചാലും മതി. ടു ഡെക്കറേറ്റ് അല്ലെങ്കിൽ തോരണം അല്ലെങ്കിൽ ഹാരം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറയാം. ഗാർലൻഡ് എന്നർത്ഥത്തിൽ പറയാം, തോരണങ്ങൾ. അപ്പോൾ ഫെസ്റ്റൂൺ മീൻസ് ടു ഡെക്കറേറ്റ്. 10 വാക്കുകളാണ് നമ്മൾ നോക്കിയത്. അതിൽ ആദ്യത്തെ വാക്ക് ഡിഫൈ, ടു ഡിസൊബേ. അടുത്ത വാക്ക് എക്സ്പൗണ്ട് മീൻസ് ട്രൈ ടു
എക്സ്പ്ലെയിൻ സംതിങ് ഡീറ്റെയിൽ. അടുത്ത നോഷൻ മീൻസ് ഐഡിയ. പ്രിസൈസ്ലി മീൻസ് എക്സാക്ട്ലി. വിവിഡ്ലി മീൻസ് വെരി ക്ലിയർ. ടോയിൽ മീൻസ് വർക്ക് വെരി ഹാർഡ്. സോർ മീൻസ് ടു റൈസ് അപ്പ് ഇൻ ദി സ്കൈ. ബ്ലഞ്ച് മീൻസ് പെയിൽ. കൺസ്യൂമേറ്റ് മീൻസ് ഷോയിങ് ഗ്രേറ്റ് സ്കിൽ ഓർ കംപ്ലീറ്റ്ലി. ഫെസ്റ്റ്യൂൺ മീൻസ് ടു ഡെക്കറേറ്റ്. അടുത്ത വാക്ക് 11ാമത്തെ വാക്കാണ് ഗ്ലോവർ. ഗ്ലോവർ മീൻസ് ലുക്ക് വെരി ആംഗ്രി. വളരെയധികം ദേഷ്യം, കോപത്തോടെയുള്ള നോട്ടം എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ ഗ്ലോവർ മീൻസ് ലുക്ക് വെരി ആങ്കർ അല്ലെങ്കിൽ ആംഗ്രിലി. ലുക്ക് ആംഗ്രിലി എന്ന് പറയുക, ദേഷ്യത്തോടെ നോക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. ഗ്ലോവർ ലുക്ക് ആംഗ്രിലി. അടുത്ത വാക്കാണ് ഇൻക്രെഡിബിൾ. ഇൻക്രെഡിബിൾ മീൻസ് അൺബിലീവബിൾ. ഇൻക്രെഡിബിൾ മീൻസ് അൺബിലീവബിൾ, അവിശ്വസനീയം, വിശ്വസിക്കാൻ കഴിയാത്തത് എന്നർത്ഥത്തിൽ പറയുന്നു. ഇൻക്രെഡിബിൾ മീൻസ് അൺബിലീവബിൾ. അടുത്ത മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് മീൻസ് ടു ഡെമോൺസ്ട്രേറ്റ്. മാനിഫെസ്റ്റ് മീൻസ് ടു ഡെമോൺസ്ട്രേറ്റ്, പരസ്യമാക്കുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. മാനിഫെസ്റ്റ് മീൻസ് ടു ഡെമോൺസ്ട്രേറ്റ്, പരസ്യമാക്കുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക, ഒരു കാര്യമൊക്കെ പരസ്യപ്പെടുത്തുക എന്നർത്ഥം അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക എന്നർത്ഥത്തിൽ പറയാം. അടുത്താണ് യോൺ. YORN. യോൺ മീൻസ് എന്തെന്ന് പറയുക? ലോങ് സ്റ്റോറി, ദീർഘകഥകൾ, വലിയ കഥകൾ, കെട്ടുകഥകൾ, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് എന്നും പറയാം. യോൺ മീൻസ് ലോങ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്. ആടിൻ്റെയൊക്കെ രോമത്തിനും യോൺ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ യോൺ മീൻസ് ലോങ് സ്റ്റോറി അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, മെനഞ്ഞെടുത്ത കഥകൾ, അല്ലെങ്കിൽ ആടിൻ്റെയൊക്കെ രോമം എന്നർത്ഥത്തിലും പറയാറുണ്ട്. അടുത്ത വാക്കാണ് സ്റ്റിയർ. സ്റ്റിയർ മീൻസ് ടു കൺട്രോൾ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുക. സ്റ്റിയർ മീൻസ് ടു കൺട്രോൾ ഓർ ഡൈവേർട്ട്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു വശത്തേക്ക് തിരിയുക എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ ഒന്നും കൂടെ നോക്കുക. ഗ്ലോവർ മീൻസ് ലുക്ക് ആംഗ്രിലി. ഇൻക്രെഡിബിൾ മീൻസ് അൺബിലീവബിൾ. മാനിഫെസ്റ്റ് മീൻസ് ടു ഡെമോൺസ്ട്രേറ്റ്. യോൺ മീൻസ് ലോങ് സ്റ്റോറീസ്. അതേപോലെ ലാസ്റ്റ് വൺ പറഞ്ഞത് സ്റ്റിയർ മീൻസ് ടു കൺട്രോൾ ഓർ ഡൈവേർട്ട്.